ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഗൾഫ് നാടുകളിലേക്ക് പോകേണ്ട മലയാളികളും ദുരിതത്തിൽ. നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ, എയർ അറേബ്യ, ഇത്തിഹാദ്, ഇൻഡിഗോ അടക്കമുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് യാത്രക്കാർ. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള വിമാനങ്ങൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതോടെ യാത്രക്കാർ കടുത്ത പ്രതിസന്ധിയിലായി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ, എയർ അറേബ്യ, ഇത്തിഹാദ്, ഇൻഡിഗോ, ഗൾഫ് എയർ അടക്കമുള്ളവ റദ്ദാക്കി. ഇതോടെ വിമാനത്താവളത്തിൽ എത്തിയ യാത്രക്കാർ പ്രതിസന്ധിയിലായി. UAE അടക്കമുള്ള രാജ്യങ്ങൾ വ്യോമപാത അടച്ചതോടെ വിമാനങ്ങൾ റദ്ദാക്കുകയായിരുന്നു. എൻ്റെ വൈഫ്, കുട്ടികളെല്ലാം അവിടെയാണ്. ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്, വിഷമത്തിലാണ്. അവരും വിഷമത്തിലാണ്, ഞാനും വിഷമത്തിലാണ്. ഇവരും കിട്ടിയത് ഇനി അടുത്ത റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതറിയത്തില്ല എന്നാണെന്നുള്ളത്. സംസാരിച്ചു അവർ പറയുന്നത് ഇനിയിപ്പം കറക്റ്റായിട്ട് അവരൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. ഇതുവരെ ഒരു മെയിൽ പോലും വന്നിട്ടില്ല. ഇതുവരെ നമ്മൾ ബുക്ക് ചെയ്ത മെയിൽ പോലും വന്നിട്ടില്ല, ക്യാൻസലേഷൻ മെയിൽ പോലും വന്നിട്ടില്ല. പലർക്കും ഔദ്യോഗികമായി റദ്ദാക്കിയ വിവരം ലഭിച്ചില്ല. വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് വിവരമറിഞ്ഞത്. അപ്രതീക്ഷിതമായി സർവീസ് റദ്ദാക്കിയതോടെ ഇവർ പ്രതിസന്ധിയിലായി. ഇതോടെ ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം നിരവധി മലയാളികളെയും ബാധിച്ചു. ഇറാൻ ഇസ്രായേൽ യുദ്ധസമാനമായ സാഹചര്യം നിരവധി മലയാളികളെ പോലും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഒട്ടേറെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തതോടെ നിരവധി യാത്രക്കാർ കടുത്ത പ്രതിസന്ധിയിലായി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും വിജു M. സായിക്കൊപ്പം ശിവദാസ് കൽമണം, ജനം.